പുത്രന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തു. അതിന് മോചനദ്രവ്യമായ പുത്രന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിട്ട് മാനവരാശിയെ എന്നേക്കും ദൈവത്തിൻ്റെ പദ്ധതിയിൽ കൊണ്ടുവരേണ്ടതിന്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവനെ കൊണ്ടുവരേണ്ടതിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് അവനെ കൊണ്ടുവരേണ്ടതിന്, ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് അവനെ കൊണ്ടുവരേണ്ടതിന് ദൈവം നിത്യമായ ഒരു പദ്ധതിയാണ് ഒരുക്കി വെച്ചിരുന്നത്. അത് പലപ്പോഴും മനുഷ്യർക്ക് അറിയാൻ കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വചനം കേൾക്കുന്ന, സുവിശേഷം കേൾക്കുന്ന, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന പലരും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാതെ, എങ്ങനെ മനുഷ്യനെ അല്ലെങ്കിൽ ദൈവത്തിന് വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവില്ലാതെ, പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയാതെ പലരും വീണ്ടും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും ഈ ലോകത്തിൻ്റെ കഷ്ടത്തിലേക്കൊക്കെ, സിസ്റ്റത്തിലോട്ടൊക്കെ മാറിപ്പോകാനിടയും. എന്നാൽ ദൈവം ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് ആവശ്യമായ കോസ്മോസ്